ഇത് പ്രശസ്തമായ മുരിക്കൽ എന്ന നാട്. ആയിരക്കണക്കിന് ഇടവകക്കാരുള്ള ഈ പള്ളിയും ഇവിടുത്തെ പെരുന്നാളും ഏറെ പ്രശസ്തമാണ്. മുരിക്കൽ പള്ളിയുടെ ചരിത്രത്താളുകളാണ് ഈ മനോഹരമായ സെമിത്തേരി. മണ്ണിനോട് മല്ലടിച്ച് സ്വന്തമാക്കിയതൊക്കെ തന്റെ കൂട്ടർക്ക് കൈമാറി മണ്ണടിഞ്ഞു പോയ ആയിരക്കണക്കിന് പുണ്യാത്മാക്കൾ ഇവിടെ ഉണ്ട്. അവർ തങ്ങളുടെ മക്കളെയും മരുമക്കളെയും കാത്തിരിക്കുകയാണ് ഇവിടെ. നമ്മെ വിട്ടുപിരിഞ്ഞവർ നമ്മെയും കാത്ത് സുഖമായിരിക്കുന്നു. ഒരു കാത്തിരിപ്പിന്റെ സുഖം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതിപ്പോ ആർക്ക് വേണ്ടി അമ്മച്ചി ഓഫീസ്? വർക്കിച്ചന്റെ അപ്പന്റെ അപ്പൻ പെരിയന്താനം ജോർജെ അങ്ങേരല്ലയോ മുരിക്കൽ ആദ്യമായി റബ്ബറിന് ഷീറ്റ് അടിക്കുന്ന മെഷീൻ കൊണ്ടുവന്നേ? അങ്ങേര് അവിടെ നിന്ന് ഷീറ്റ് അടിച്ചോട്ടെ, ഞാൻ ചോദിച്ചതല്ല. വലിയ കുടുംബക്കാരൊക്കെ ആവുമ്പോ ആരെങ്കിലും ഒക്കെ വേണ്ട ഈ ഓഫീസൊക്കെ ചൊല്ലാൻ. ആകതാ അമ്മച്ചി മാത്രം. അതുകൊണ്ടാ ചോദിച്ചത് ഈ ഓഫീസ് ആർക്ക് വേണ്ടിയാ ചൊല്ലുന്നതെന്ന്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയല്ലോ അമ്മച്ചി. അല്ലച്ചോ, ഈ മരിച്ചവർക്ക് വേണ്ടിയല്ലേ ഈ ഓഫീസ് ചൊല്ലുന്നത്? എടോ, ഓഫീസ് മരിച്ചവർക്ക് വേണ്ടിയാന്നേലും അതിന്റെ ഫലം ആർക്കാ? അല്ല, മനസ്സിലായോ? ഇയാളാരാ? ഹൈ റേഞ്ചിലുള്ളതാ. വർക്കിച്ചന്റെ ഒരു അകന്ന ബന്ധുവാ. ഇടയ്ക്കൊക്കെ വരാറുണ്ട്. മനസ്സിലായി. അത് പോട്ടെ. ഇവിടെ തൊടിയിൽ 2 ചക്ക പഴുത്ത് കിടപ്പുണ്ട്. കപ്പിയാരെ കൊടുത്ത് ഞാനങ്ങ് വിട്ടേക്കാം. അച്ഛനങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അങ്ങേർക്ക് ഇപ്പൊ പഴയതുപോലെ ചക്കക്കൊതിയൊന്നും ഇല്ല. എന്നതാ എന്നതാ എടീ, പടിഞ്ഞാറ്റേല് പഴുത്ത് നിൽക്കുന്ന ഒരു ചക്കയില്ലായിരുന്നു, അതേല് കാക്ക കൊത്തിയിട്ടുണ്ട്. ആഹാ, ചക്കയായിരുന്നോ? മനുഷ്യനൊരു മാതിരി പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതിന് നിനക്കൊന്നുമില്ലേ? ഇങ്ങനെയുണ്ട് ഒരു ചക്ക. നീ പൊത്ത് കയറി വെച്ചോണ്ടിരുന്നോ? എടോ ജോർജ്, എന്നാ പറ്റി? ഇതിവിടെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ എത്ര ചക്കയാ വേണ്ടേ? ദേ കുഞ്ഞോടെ പറമ്പ് നിറയെ ചക്കയല്ലേ. എന്നാ ഉച്ചയ്ക്കൊരു അടിവാരി ബസ്സുണ്ട്, ഞങ്ങളങ്ങോട്ട്. വെറുങ്ങയോടെ വേണ്ട, അടുക്കളയിൽ ചെന്ന് അമ്മച്ചിയോട് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് പോയിക്കോ. അല്ലെങ്കിലും വർക്കിച്ചായ ഞങ്ങളെ വെറുങ്കയോടെ എവിടെയാലും എനിക്കറിയാം. വർക്കിച്ചായന്റെ നല്ല മനസ്സാ, 100 വയസ്സ് വരെ ജീവിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടാ ബാബിയെ, ആ കയറിങ് എടുത്തോ. എടാവേ, കെട്ടി ഇറക്കിയാ മതി, അല്ലേ താഴെ വീണ് ചമ്മന്തിയായി പോവും. ഇത് നിനക്ക് പറ്റുമെന്ന്? വലിയ ഉപകാരം പറ്റി. നിനക്കിപ്പോ വിനാഗിരിയുടെ പണിയൊന്നും ഇല്ലയോടാ ജോസ്? പിന്നെ അതിന് വിനാഗിരിക്ക് വെച്ചിരിക്കുന്ന കള്ള് ഇങ്ങനെ കുടിക്കാൻ പോലും തികയില്ല അമ്മച്ചി. തേങ്ങ കൂടെ എടുത്തു എറിഞ്ഞു കൊടുക്കടാ. രാവേ, വേണ്ട കയറി വരുന്നു. മുറുക്കിക്കേ. ആ വരും. വർക്കിച്ചായന്റെ നല്ല മനസ്സാ, 100 വയസ്സ് വരെ ജീവിക്കും. എന്നതാ വർക്കിച്ചനെ നേരാവണ്ണം വന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നമ്മെ വിട്ടുപോയി. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നത് എത്ര ശരിയാണ്. വർക്കിച്ചനില്ലാതെ ഈ കഥ എങ്ങനെ മുന്നോട്ട് പോകും? ഇതാണ് പുലിമൂട്ടിൽ കുടുംബം. പുലിമൂട്ടിൽ കുടുംബത്തിന്റെ കാരണവരാണ് ദേവസിപ്പാപ്പൻ. പാപ്പൻ നട്ടു നനച്ചുണ്ടാക്കിയതാണ് ഇവിടെ ഇന്ന് കാണുന്നതെല്ലാം. പാപ്പന് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് 6 പെങ്ങന്മാരാണ്. അവർക്ക് വേണ്ടി പാപ്പൻ ജീവിച്ചു, അവർക്ക് വേണ്ടി മാത്രം. ഇത് പാപ്പന്റെ 4ാമത്തെ പെങ്ങൾ ഏലമ്മ. ഏലമ്മയുടെ ഭർത്താവ് ഡോക്ടർ മാത്യു. 2 മക്കളാണ് ഏലമ്മയ്ക്ക്. പുലിമുട്ടിൽ ഹോസ്പിറ്റൽ ഇവരുടെ ഉത്തരവാദിത്വത്തിലാണ്. ഇത് പാപ്പന്റെ 3ാമത്തെ പെങ്ങൾ തെയ്യാമ്മ. തെയ്യാമ്മയുടെ ഭർത്താവ് ബ്രദർ പൈലി. 2 മക്കളാണ് തെയ്യാമ്മയ്ക്കും. സാൻ ഫ്രാൻസിസ്കോയിലും കോന്നായിലും സ്വന്തമായി ധ്യാനകേന്ദ്രമൊക്കെയുള്ള ഇവർ വലിയ പ്രാർത്ഥനക്കാരാണ്.
ഇത് ലില്ലിക്കുട്ടി, പാപ്പന്റെ 5ാമത്തെ പെങ്ങൾ. ലില്ലിക്കുട്ടി ഇറ്റലിയിൽ നേഴ്സായിരുന്നു. ഇപ്പോ അവള് സകുടുംബം നാട്ടിലുണ്ട്. സത്യത്തിൽ ഈ കണ്ടെയ്നറിന് പിന്നിൽ ലില്ലിക്കുട്ടിയാണ്. ഇത് പാപ്പന്റെ തൊട്ട് താഴത്തെ പെങ്ങൾ സിസ്റ്റർ ആഗ്നസ്. അരികിൽ കാണുന്നത് 2ാമത്തവൾ അന്നമ്മ. ഇവർക്കാണ് ഇവിടെ അമ്മയുടെ സ്ഥാനം. ഇത് പാപ്പന്റെ ഏറ്റവും ഇളയ പെങ്ങൾ കുഞ്ഞുമോൾ. ആളൊരു പഠിപ്പിസ്റ്റാണ്. എന്തിലൊക്കെയോ റിസർച്ച് ചെയ്യുന്നു. പാപ്പനെ തന്നെയാ ഞങ്ങൾ നോക്കുന്നേ. പാപ്പൻ നമ്മുടെ എസ്റ്റേറ്റിൽ കാണും. ഒന്ന് എന്ന് വിളിച്ചോ വന്നേ. നീ ചെല്ലേ, ഞാൻ എല്ലാരെയും വിളിച്ചു പറഞ്ഞോളാം. മനോജേ വണ്ടി ഒന്നെടുത്തേ. എടാ പാപ്പൻ എന്തിയേ? അങ്ങോട്ട് പോയിട്ടുണ്ട്. കുഞ്ഞേട്ടോ പാപ്പൻ എന്തിയേ? ഇതാണ് നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ചു നടന്ന പുലിമൂട്ടിൽ ദേവസിപ്പാപ്പൻ. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അപ്പനമ്മമാരുടെ കാലശേഷം സ്വന്തം നാടായ മുരിക്കൽ വിട്ട് കോന്നായിലേക്ക് കുടിയേറിയതാണ് പാപ്പനും പെങ്ങന്മാരും. എന്നിരുന്നാലും പാപ്പന് ഇന്നും മുരിക്കലിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം അവിടാണ് പാപ്പന്റെ ഉറ്റ ചങ്ങാതി വർക്കിച്ചനുള്ളത്. ഒരു കാലത്ത് കൊടുങ്കാടായിരുന്ന കോന്നായിലെ ഈ മലനിരകളിൽ പൊന്നു വിളയിച്ച വീരനാണ് ദേവസിപ്പാപ്പൻ. ഇക്കാണുന്ന മലനിരകളെല്ലാം ഇന്ന് പാപ്പന് സ്വന്തം. പാപ്പോ